ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ആൻഡ് മോർ. വുളൻ നൂല് കൊണ്ട് ഒരു ടേബിൾ മാറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ബോർഡിലാണ് ഫ്ലവേഴ്സ് ചെയ്യുന്നത്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോർഡാണ്. ഇതിന് ഫ്ലവർ ലൂം എന്നാണ് പറയുക. ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന കടയിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടും. ഇതിൽ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വുളൻ നൂലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 3 കളർ വുളൻ നൂല് ഉപയോഗിക്കുന്നുണ്ട്. മെറൂൺ കളറ്, വൈറ്റ്, പിന്നെ യെല്ലോ. ആദ്യം നമുക്ക് ബേസായിട്ട് മെറൂൺ കളർ നൂലുകൊണ്ട് ചെയ്യാം. അതിനുവേണ്ടി നൂലെടുത്തിട്ട് ഒരു ചെറിയ കെട്ടിടുകയാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ലൂമിലേക്ക് പിടിപ്പിക്കുമ്പോൾ പിന്നെ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഒരു കെട്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നോബുകളിൽ കണ്ടില്ലേ, ഇതിൽ ചുറ്റോടിയിട്ട് 2 വരിയിലായിട്ട് ഇങ്ങനെ മൊട്ടുകൾ പോലെ ഉണ്ട്. അതിലേക്ക് ഒരു സെറ്റിൽ നമ്മളിതൊന്ന് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ കെട്ടിയതിൻ്റെ ചെറിയ അറ്റം ഉള്ളിൽ കൂടെ താഴേക്കിടുക. അത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് കെട്ട് മിഡിലിൽ വരണം. ആ വിധത്തിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അപ്പോൾ ഇത് നമുക്ക് കണ്ടില്ലേ, ഇപ്പം നോക്കൂ, ഞാൻ ചെയ്യുന്നത് ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരണം. എന്നിട്ട് അതിനെ ഒരു ചുറ്റുക. ചുറ്റുമ്പോൾ നൂല് താഴേക്ക് ഇറക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഒന്നുകൂടി കാണിക്കാം. നൂലിലൊരു ചെറുതായിട്ടൊരു കെട്ടിട്ടിട്ട് നമ്മൾ ഈ ഫ്ലവർ ലൂമിൻ്റെ 2 നോബുകളിലും കൂടിയിട്ടായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ 2 എണ്ണത്തിലും കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ പോലെ അത് വരണം. ഇനി അത് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള നോബിലേക്കാണ് നമ്മൾ ചുറ്റേണ്ടത്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ വലത്ത് ഭാഗത്തുള്ളതിലേക്ക് അതിലേക്ക് ഒരു ചുറ്റി ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് നേരെ താഴേക്ക് എടുക്കാം. ഈ 2 നോബിലും കൂടിയിട്ടാണ് നമ്മൾ ചുറ്റുന്നത്, അത് ഓർമ്മിക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ അവിടുന്ന് ഇനി എന്ത് ചെയ്യണം, അത് നേരെ അതിന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്ന ഓപ്പോസിറ്റായിട്ട് വരുന്ന 2 എണ്ണത്തിന് വീണ്ടും ഒരു ചുറ്റുക. ഇപ്പം നമ്മൾ 2 സെറ്റ് ആയിക്കഴിഞ്ഞു. 2 നോബുകളിൽ കൂടെ ചുറ്റി. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ എല്ലാത്തിലും ചുറ്റി. അതായത് നമ്മൾ മുകളിൽ ചെയ്യുന്നതോടുകൂടി താഴെയും വരുന്നുണ്ട്. അപ്പോൾ പകുതി ഭാഗം ആകുമ്പോഴേക്കും തന്നെ നമ്മളുടെ ഒരു റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം നമ്മളിതിൽ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ നമ്മൾക്കിത് 5 വരി ചെയ്യണം. കാരണം എന്നാലേ എതളുകൾക്ക് തിക്നെസ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 5ഓ അതിൽ കൂടുതലോ ചെയ്യാം. നല്ല തിക്കായിട്ട് വരണമെങ്കിൽ 7, 8 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. അത് ഏതെങ്കിലും ഇപ്പോൾ ഈ ഫ്ലവർ ലൂമിൽ ഇപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു പേരെഴുതിയ പോലെ എന്തെങ്കിലും നമുക്കൊരു അടയാളം വെക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര റൗണ്ടായി എന്ന് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്കൊന്ന് വിരലുകൊണ്ടാക്കി നോക്കി എത്ര റോ ആയി എന്ന് നമുക്ക് എത്ര ചുറ്റി വന്നു എന്നുള്ളതും അറിയാൻ പറ്റും. അങ്ങനെ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് എല്ലാ നോബിലും കൂടിയിട്ട് 5 പ്രാവശ്യമായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് സംശയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പതുക്കെ ഒന്ന് എണ്ണി നോക്കിയാലും നമുക്കറിയാൻ പറ്റും. ഇനി ഇതിവിടെ ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ അറ്റം നമുക്ക് ഇതിൻ്റെ നടുവിൽ കൂടെ അടിയിലേക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അവിടെ താഴെ അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ നൂല് ലൂമെന്ന് പെട്ടെന്ന് വിട്ട് വരില്ല. ഇപ്പോൾ താഴെ അത് 2ഉം കൂടിയിട്ട് ഒരു സാധാരണ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഒന്ന് ഉറപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് എക്സ്ട്രാ നമുക്കുള്ളത് കളയാം. ഇനി ഇതൊക്കെ ഒന്ന് നൂലുകളൊക്കെ ഒന്ന്
താഴേക്ക് നോബിൻ്റെ താഴേക്കായിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. കാരണം പെട്ടെന്ന് വിട്ട് വരരുത്. ഇനി ഇതിൻ്റെ മീതെ ഞാൻ ചെയ്യുന്നത് വെള്ള നൂല് കൊണ്ടാണ്. 2 കളറാവുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി വരിക. ഒറ്റ കളർ ചെയ്താലും ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും കൂടി എടുത്ത് കാണാൻ വേണ്ടി. അപ്പോൾ ഈ വെള്ള നൂല് ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു കെട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വെള്ള നൂല് വെക്കുന്ന ഉള്ളിലത്തെ നോബിലാണ്, കണ്ടില്ലേ? ആ ഉള്ളിലത്തെ നോബിൽ വെച്ച ശേഷം അതിൻ്റെ ആ അറ്റം ചെറിയ കഷ്ണം താഴേക്ക് നമ്മൾ റെഡ് ചെയ്ത പോലെ തന്നെ താഴേക്ക് ഇറക്കിയിടാം. നല്ലപോലെ ഒന്ന് അമർത്തി താഴേക്ക് വെക്കാൻ എപ്പോഴും ശ്രമിക്കണം. ഒരു കൈ കൊണ്ട് എപ്പോഴും എപ്പോഴും താഴേക്ക് ആക്കണം. ഇനി ഇത് നേരത്തെ നമ്മൾ മെറൂൺ കളർ നൂല് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് നേരെ താഴേക്ക് പിടിക്കുക. എന്നിട്ട് അതിനെ ഇതേപോലെ ചുറ്റുക. പിന്നെ ഇനി അടുത്തത് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള നോബിലേക്ക് ചുറ്റുക. അതായത് ഉള്ളിലുള്ള സർക്കിളാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. അതും ഇതേപോലെ സ്ട്രെയിറ്റ് വെച്ച ശേഷം വീണ്ടും ചെയ്യുമ്പോൾ അടുത്തയിലേക്ക് പിടിക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ലൂമൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മൂന്നാമത്തേയിലേക്ക് ചുറ്റി, മൂന്നാമത്തേയിൽ നിന്ന് ചുറ്റി സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു, വീണ്ടും അടുത്തയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ള നൂലിലും ഇതാ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ ഇതിനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 റൗണ്ട് ഇതും, കാരണം അടിയിലത്തെ മെറൂണും 5 റൗണ്ടാണ് ചെയ്ത്, അതേപോലെ ഇതും നമുക്ക് 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല കേട്ടോ. തെറ്റാതെ നമുക്കിത് 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ള നൂല് കൊണ്ടും ഞാനിതാ 5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മെറൂൺ നൂല് ഉറപ്പിച്ച പോലെ തന്നെ ഇതും ഒന്ന് ഉറപ്പിക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കട്ട് ചെയ്തു. ഇനി ഇതാ നടുവിൽ കൂടെ ഹോൾ കൂടെ താഴേക്ക് എടുക്കണം. അപ്പോഴേക്കും ഇപ്പോൾ ഈ 2 സെറ്റ് ചെയ്തത് കൊണ്ട് അവിടെ കൈകൊണ്ട് ഇറക്കിയിടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടി ഒരു സൂചിയിലൂടെ കോർത്ത് ഒന്ന് താഴേക്ക് വലിച്ചാൽ മതി. ആ സെൻറ്ററിൽ കൂടെ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി ഇത് താഴെ ഒരു സാധാരണ പോലെ ഒരു കെട്ടിട്ടിട്ട് നമുക്ക് യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ നൂലും കട്ട് ചെയ്ത് കളയാം. ഇപ്പം മെറൂണും വൈറ്റും ചെയ്തു. ഇതിപ്പോൾ ഒരു ഫ്ലവർ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്യണ്ടേ, അപ്പോൾ അതിനെ ഒരു നൂല് കൊണ്ട് വേണം ഫിക്സ് ചെയ്യാൻ. അതിന് വേണ്ടി ഇപ്പോൾ ഒരു മൂന്നാമത് ഞാനൊരു കളർ എടുക്കുകയാണ്. ഇതിന് ചേരുന്ന ഒരു കോമ്പിനേഷനായിട്ട് അതൊരു സൂചിയിൽ ഞാൻ മഞ്ഞ നൂല് കോർത്തിട്ടുണ്ട്. ഇനി അത് ഈ സെൻറ്ററിൽ കൂടെ നേരെ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് താഴെ കുറച്ച് ലെങ്ത് ഇതാ അതവിടെ ഇരുന്നോട്ട് നമുക്ക് ഇതേപോലെ കെട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിലുള്ള ഫ്ലവർ ഉണ്ടല്ലോ, ആ ഉള്ളിലുള്ള ഫ്ലവറിൻ്റെ ആ ഭാഗത്ത് കാണുന്നുണ്ടല്ലോ, ആ ഹോളിൽ കൂടെ നേരെ താഴേക്കിടുക. കണ്ടില്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിനെ ആ സെൻറ്ററിൽ കൂടെ തന്നെ മേലേക്ക് എടുക്കുക. അപ്പോൾ അതവിടെ ഒന്ന് ഉറച്ചു. അതായത് നമ്മളത് ലൂമിന്ന് വേറിട്ടെടുക്കുമ്പോഴും വിട്ടുപോവില്ല. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹോളിൽ കൂടെ താഴേക്ക് ഇറക്കുക. വീണ്ടും സെൻറ്ററിൽ കൂടെ തന്നെ എടുക്കുക. ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞ് ഇനി മൂന്നാമത്തത് ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് എടുക്കുക. അങ്ങനെ എല്ലാ ഇതളുകളുടെയും ഉള്ളിൽ കൂടെ നമുക്കിത് എടുത്ത് സെൻറ്ററിൽ കൂടെ മേലേക്ക് എടുത്ത് അങ്ങനെ ഇതൊന്ന് ഉറപ്പിക്കണം. അങ്ങനെ അവസാനത്തെ ഹോളിൽ കൂടിയിട്ട് താഴേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഇതളിൻ്റെ ഇടയിൽ കൂടി നമ്മൾ താഴേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് നമുക്കിതൊന്ന് കെട്ടിട്ട് യോജിപ്പിക്കാം. ഇപ്പം നമ്മളുടെ ഫ്ലവർ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ഈ ഫ്ലവർ നമുക്ക് ലൂമിൽ നിന്നൊന്ന് വിട്ടെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പതുക്കെ വിരലുകൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക വേണ്ടു. അപ്പോഴേക്കും ഫ്ലവർ അതിൽ നിന്ന് വിട്ടുവരും. നല്ല ഭംഗിയുള്ള വുളൻ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിന് ഒന്നും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മെറൂൺ കളർ നൂല്
സൂചിയിൽ കോർത്തിട്ട് ഇതിൻ്റെ നടുവിൽ, ഈ മഞ്ഞയുടെ നടുവിൽ ആ മഞ്ഞയൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സാധാരണ ഒരു നോട്ടിട്ട് കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ട് അറിയുന്നവർക്ക് അതും വേണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്ന വിധം കണ്ടില്ലേ, വെറുതെ ഒരു ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി ഒന്ന് പുറത്തേക്ക് എടുക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് അധികം ബലം കൊടുക്കാതെ പതുക്കെ അതൊന്ന് താഴേക്ക് ഇങ്ങനെ ആക്കി വയ്ക്കാം. ഇനി അതിനോടത് ചേർന്നിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് താഴത്തെ നൂലുണ്ടല്ലോ അതൊന്ന് വലിച്ചാൽ മതി, അപ്പോൾ അത് അതിനോട് ചേർന്നിരുന്നോളൂ. ഇപ്പോൾ ടൈറ്റായിട്ടിരുന്നു. ഇനി ഈ മുട്ടൊന്ന് അവിടെ ശരിക്കൊന്ന് ഫിക്സ് ആവാൻ വേണ്ടി അതിൻ്റെ തൊട്ട് പുറത്ത് ഒന്ന് കുത്തി നമുക്കിത് താഴേക്ക് എടുക്കാം. ഇനി ഇത് താഴെ ഭാഗത്ത് കെട്ടിയൊന്ന് യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. 5 ഇതളുള്ള മെറൂണും വൈറ്റും കൂടി ചേർന്ന് ഇങ്ങനെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് ഏത് പാറ്റേൺ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത്രയും ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഏത് പാറ്റേണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിപ്പോൾ റൗണ്ടിലാണ് വെക്കുന്നതെങ്കിൽ നമ്മളിതാ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഏതാ ഭംഗി നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് വെക്കാം. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവർ മാറ്റ് റെഡിയായി. ഇത് വലിയ ടേബിൾ ക്ലോത്ത് ആയിട്ട് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരു ചെറിയ ടേബിൾ മാറ്റാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ഇനി 2 ഫ്ലവേഴ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഈ താഴത്തെ മെറൂണിൻ്റെ ലെയർ ഉണ്ടല്ലോ, അതിൻ്റെ 5 ലെയറും അടുത്ത ഫ്ലവറിൻ്റെ 5 ലെയറും രണ്ടും കൂടി ഒന്ന് കെട്ടി യോജിപ്പിക്കുക, അത്രയേ വേണ്ടൂ. അതിനുവേണ്ടി ഇപ്പോൾ ഞാനൊരു സൂചിയിൽ നൂലൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല, വെറുതെ നിങ്ങൾക്ക് നൂലിട്ടിട്ട് തന്നെ എടുക്കാൻ പറ്റുമെച്ചാൽ അങ്ങനെയും ചെയ്യാം. വെറുതെ ഒരു സാധാരണ കെട്ടിട്ടിട്ട് ചേർക്കുക. കണ്ടില്ലേ, ഇപ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് വന്നു. ഇനി ഇതിനോട് കൂടിയിട്ട് വേറൊരു ഫ്ലവർ ചേർക്കുകയാണെങ്കിൽ അത് ഓരോ ഭാഗവും ചേർക്കണം. അതായത് ഇവിടെയും ജോയിൻ ചെയ്യണം, ഇവിടെയും ജോയിൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു മാറ്റ് ചെയ്ത് കിട്ടും. ഇപ്പം ഞാൻ ഈ ഷേപ്പിലാണ്, ഒരു റോംബസിൻ്റെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ടീപ്പോയുടെ മേലെ വെക്കാനാണ്. നമുക്കിതിൻ്റെ മീതെ ഫ്ലവർ വേസോ എന്ത് വേണമെങ്കിലും വെക്കാം. ഇതൊരു വലിയ ടേബിൾ മാറ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ജോയിൻ ചെയ്തിട്ടൊരു ഷാള് പോലെ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇതൊരു തുണിയിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ, കളർ കോമ്പിനേഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇങ്ങനെ വുള്ളൻ നൂല് കൊണ്ട് മാറ്റ് ഉണ്ടാക്കുന്ന വിധം നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്